അതായത് കമ്പനീസ് കോർപ്പറേറ്റ്സ് ഒക്കെ അവരുടെ ലോങ് ടേം ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ടാണ് ബോൺസ് ഡിബഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത്. ഈ ബോൺസിലും ഡിബഞ്ചേഴ്സ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ ആവശ്യമുണ്ട്. ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോൺസ് ഡിബഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ആക്ച്വലി ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ആയിരിക്കും. ഇത് റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആയിരിക്കും. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനീസ് ആണ്, വിച്ച് ഈസ് റെഗുലേറ്റഡ് ബൈ സെബി. ഡിബഞ്ചേഴ്സ് ആക്ച്വലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇത് ഇക്വിറ്റി ഷെയർസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡിബഞ്ചേഴ്സ് തന്നെ അൺസെക്യൂർഡ് ഉണ്ട്, സെക്യൂർഡ് ഉണ്ട്. സെക്യൂർഡ് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കൊളാട്രലും കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ക്യാപിറ്റൽ സെക്യൂർഡ് ആയിരിക്കും. ഇൻ കേസ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്താലും ഇൻവെസ്റ്റേഴ്സിന് വരെ ക്യാപിറ്റൽ എമൗണ്ട് തിരിച്ചു കിട്ടും. പക്ഷെ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സിൽ ഇങ്ങനെ കൊളാട്രൽസ് ഒന്നും സബ്മിറ്റ് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റേറ്റിംഗ് നോക്കണം. അതായത് AAA ആണ് ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ഉള്ളത്. അപ്പൊ റേറ്റിംഗ് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ എവറി ഇയർ ഈ റേറ്റിംഗ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതും എപ്പോഴും നമ്മുടെ കൺസേൺ ആയിരിക്കണം. റേറ്റിംഗ് ചേഞ്ച് ചെയ്യാനനുസരിച്ച് നമ്മൾ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇതിന്റെ ടാക്സേഷൻ വരുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് ആണ് ഇതിന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ക്യാപിറ്റലിന്റെ കൂടെ നമ്മുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻകം സ്ലാബ് അനുസരിച്ചായിരിക്കും നമ്മൾ അതിൽ ടാക്സേഷൻ വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് അല്ല, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ആപ്ലിക്കബിൾ ആണ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 20%, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ 12.5%. ഓക്കെ, ഇനി അടുത്തത് ടാക്സ്. അതായത് ഏതൊരു ഇൻകം സ്ലാബിന്റെ ഏതൊരു ഇൻകം ഉള്ള ആൾക്കും 75,000 അവരുടെ ഇൻകത്തിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. 7 lakhs എബവ് ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾക്ക് അത്, അതായത് നമ്മുടെ ഇൻകം ഈ 75,000 ഡിഡക്ട് ചെയ്തിട്ട് 7 lakhs എബവ് ആണ് നമ്മുടെ ഇൻകം എന്നുണ്ടെങ്കിൽ അതാണ് ടാക്സബിൾ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ 0 to 3 lakhs ആണ് ഇടയിലാണ് അവരുടെ ഇൻകം എന്നുണ്ടെങ്കിൽ അവർക്ക് ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട ആവശ്യമില്ല. 3 to 6 lakhs ആണെന്നുണ്ടെങ്കിൽ 5% ടാക്സ്, 6 to 9 lakhs ആണെന്നുണ്ടെങ്കിൽ 10%, 9 to 12 lakhs ആണെന്നുണ്ടെങ്കിൽ 15%, 12 to 15 lakhs ആണെന്നുണ്ടെങ്കിൽ 20%, എബോവ് 15 lakhs ആണെന്നുണ്ടെങ്കിൽ 30%. ഒരു ഇൻകം 15 lakhs. ഇപ്പോൾ ഒരാളുടെ ഇൻകം 15 lakhs ആണെന്നുണ്ടെങ്കിൽ ഇതിലാദ്യം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് നമ്മളുടെ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഇൻകത്തിൽ നിന്ന് 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇതായിരിക്കും അവർക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം. അപ്പൊ ഇതില് ആദ്യത്തേല് ഒന്നും ഇല്ല. 3 to 6 lakhs 15,000.